അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഒന്നും ഇല്ലാതെ കൊക്കോ പൗഡർ വെച്ചിട്ട് നല്ലൊരു പുഡിംഗ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് പാല് വേണം. ഒരു കപ്പ് പാലിലേക്ക് ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര എടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ 3 സ്പൂൺ പഞ്ചസാര പാകമായിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ 2 സ്പൂണ് കൊക്കോ പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 സ്പൂണ് കൊക്കോ പൗഡർ ഇടുക. എന്നിട്ട് അതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കോൺഫ്ലോർ ഇടണം. ഞാനൊരു 4 സ്പൂണ് കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു കട്ട പോലും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമുക്കത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ലോ ഫ്ലെയിമിലിടണം. ഒട്ടും തീ കൂടാൻ പാടില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കുക. നല്ല രീതിയിൽ അത് കുറുക്കി വന്നതിന് ശേഷം ചെറുതായിട്ടൊരു തിളക്കാനുള്ള ഒരിത് കൊടുക്കുക. തിളച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം നമ്മുടെ ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 1 hour വെച്ചാലും മതി, അല്ലെങ്കിൽ ഓവർനൈറ്റ് ഒക്കെ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാവാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ½ hour വെച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല രീതിയിൽ അത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം കൂടി വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല രീതിയിലായി കിട്ടും. അപ്പോൾ നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള പുഡിങ് നമുക്കിതവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി നല്ല സോഫ്റ്റ് ആ ഒരു ടെക്സ്ചറിലാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കല്ലേ.